കൂട്ടുകാരെ, ഒരു കേക്ക് ഉണ്ടാക്കിയല്ലോ. അപ്പം മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം ഹാഫ് സ്പൂൺ എടുത്തുകൊള്ളൂ. പിന്നെ കൊക്കോ പൗഡർ 1/4 കപ്പ് എടുത്തിന്. അപ്പോൾ എല്ലാം ഇട്ട് എല്ലാം നമുക്ക് നൈസായിട്ട് സെറ്റാക്കി വെക്കാം. പിന്നെ മുട്ടൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് യോക്ക് വേറെ വൈറ്റ് വേറെ ബീറ്റ് ചെയ്ത് വെക്കുക. യോക്കിൽ കുറച്ച് ഷുഗർ പൊടിച്ച് ചേർത്തതും ചേർക്കുക. അതിന് ശേഷം ആ യോക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെനില എസൻസ്, നമ്മൾ അരിച്ച് വെച്ച പൗഡർ എല്ലാം സെറ്റാക്കി ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ ഒന്ന് ഷോപ്പിൽ പോയി കുറച്ച് ഐറ്റംസ് എല്ലാം ആയി വന്നു. വിപ്പിംഗ് ക്രീമും പാലും പിന്നെ അങ്ങനത്തെ എല്ലാം. പിന്നെ കുറച്ച് ബർത്ത്ഡേക്ക് നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ്, പിന്നെ ബലൂന്, അതെല്ലാം. അപ്പം ചെറിയൊരു സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. മോള് ക്ലാസ് വിട്ട് വരുമ്പോൾ കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പം ഗോൾഡൻ പേപ്പർ ഇതുപോലത്തെ ഇതും പിന്നെ കുറച്ച് ബലൂൺസും ആ ജനലും ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു. അവിടുന്ന് കേക്ക് വെട്ടാൻ സെറ്റാക്കാൻ ഇതുപോലെ സെറ്റിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞങ്ങൾ ബർത്ത്ഡേക്ക് ഇങ്ങനെയൊന്നും സെലിബ്രേഷൻ ചെയ്യാറില്ല. ഇത് ആദ്യമായിട്ട് ഇങ്ങനെയെല്ലാം സെറ്റാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. കുറച്ച് ബലൂൺ മാത്രം വെച്ചെടുത്തിട്ടോ. പിന്നെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നതിൽ വലിയ ഞങ്ങൾക്ക് ഇഷ്ടങ്ങളൊന്നുമില്ല. എന്നാലും പിന്നെ കേക്ക് ക്രീം അടിച്ച് സെറ്റാക്കി അസ്ന ഫാത്തിമ എന്ന് പേര് എഴുതി കൊടുത്തു. ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ മേലെ വെക്കാനൊരു ടോപ്പർ വാങ്ങിയിരുന്നു, ഹാപ്പി ബർത്ത്ഡേ എന്ന്. അതും സെറ്റാക്കി വെച്ചെടുത്തു. പിന്നെ കുറച്ച് ഗിഫ്റ്റ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കളറിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പായസം, നെയ്ച്ചോറും അതെല്ലാം വെച്ചിട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കളറിങ് തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് ഗിഫ്റ്റ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും മിന്നയും കൂടി ഭയങ്കര തകർത്തായ പാക്കിങ്ങില്ല ഇവിടെ. അപ്പോൾ ഓളെ കൊണ്ട് പറ്റുന്നല്ലോ ഓളെ എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഓക്ക് അതിലൊന്ന് പൊളിച്ച് കളറെല്ലാം എന്താണെന്നെല്ലാം ഒന്ന് കാണണം എന്നെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് സ്കൂളിലേക്ക് വേറെ ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ടിട്ട് പോയെ. വീട്ടിൽ നിന്ന് ഈ ഡ്രസ്സ് ഇടിച്ചു. ആ കേക്കെല്ലാം പിടിച്ച് ഒരു ഫോട്ടോ എല്ലാം എടുക്കാന്ന് തന്നെ. അപ്പത്തിന് പിന്നെ ഓളെ ഉപ്പച്ചി വന്നിട്ട് നമുക്ക് മുറിക്കാൻ കേൾക്കണം. ഉപ്പച്ചീനെ വിളിച്ചിന്. ഉപ്പച്ചി പകർത്ത് ഓട്ടം പോയതാ. അങ്ങനെ അച്ചുക്ക ഏകദേശം പിന്നെ ഒരു ഡയറി മിൽക്കെല്ലാം വാങ്ങി കൊടുത്തിരുന്നു. ചേർന്നാൽ അങ്ങനെ ഇക്ക വന്നു. പിന്നെ അങ്ങനെ കേക്ക് മുറിച്ചു. പിന്നെ ചെറിയ പീസ് ചെറിയക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ 30 ഫുള്ളായിട്ട് വേണം ഓള് കൊടുക്കുന്ന പോരാ. അങ്ങനെ ഓളത് വാങ്ങി തന്നു. പിന്നെ ഒക്കെല്ലാം കൊടുത്തു. പിന്നെ അച്ചുക്കാൻ്റെ വക ഉണ്ടായ ഗിഫ്റ്റും എൻ്റെ വക ഉണ്ടായ ഗിഫ്റ്റെല്ലാം കൊടുത്തു. അത്രേ ഉള്ളൂ ഗായ്സ്.